നമസ്കാരം. ഏത് ആഘോഷത്തിനും ദുഃഖഭരിതമായ ഒരു മറുവശമുണ്ടാകും എന്ന് പറയാറുണ്ട്. ഇന്ന് ബ്രസീൽ ജപ്പാൻ മത്സരത്തിൽ വേൾഡ് കപ്പിൽ ജപ്പാൻ ബ്രസീലിനോട് പരാജയപ്പെട്ട് അവസാന മിനിറ്റിൽ അവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ച് പരാജയപ്പെട്ട് നിരാശാഭരിതരായി ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തിൽ, ആ നിമിഷത്തിൽ ബെഞ്ചിലുണ്ടായിരുന്ന നെയ്മർ, ബ്രസീലിൽ നിന്ന് നെയ്മർ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. നെയ്മർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. ഈ ലോകകപ്പിലെ ഏറ്റവും ആർദ്രമായ നിമിഷമായിട്ട് എനിക്ക് തോന്നിയത് ആ നിമിഷമാണ്, ആ രംഗങ്ങളാണ്. ഒരുപക്ഷെ ഫുട്ബോൾ ലോകകപ്പിൽ അങ്ങനെയുള്ള അപൂർവം ചില നിമിഷങ്ങൾ എല്ലാ ലോകകപ്പിലും ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആദ്യത്തെ നിമിഷം അതാണ്. അതിൻ്റെ സ്റ്റില്ല് ഇപ്പോൾ കാണിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ നാളെയോ മറ്റന്നാളായിട്ട് അല്ലെങ്കിൽ തുടർന്ന് സമയത്ത് അത് കണ്ടേക്കും. കാണാത്ത ആളുകൾ, കളി കണ്ട ആളുകൾക്ക് അവസാനത്തെ ആ ആഘോഷത്തിനിടയിൽ കണ്ട ആ നിമിഷം മറക്കാൻ പറ്റില്ല. ജപ്പാനും ബ്രസീലും ഒരു കിടിലൻ ത്രില്ലർ കണ്ട ഒരു അനുഭൂതിയായിരുന്നു. ജപ്പാൻ തോറ്റു എന്ന് പറയുന്നതിനപ്പുറത്ത് ജപ്പാൻ പൊരുതി വീണു എന്ന് പറയുന്നതായിരിക്കും നന്നായിട്ട് ഇരിക്കുക. ജപ്പാൻ അതിൻ്റെ എല്ലാ പരിമിതിയിലും എല്ലാ സാധ്യതയിലും പൂണ്ട് വിളയാടി കളിച്ച ഒരു കളി കൂടിയാണ്. ഈ കളിയിൽ ഔട്ടായി അവർ പുറത്തേക്ക് പോകുമ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് ബ്രസീൽ കടക്കുകയാണ്. ബ്രസീലിൻ്റെ ആംഗിളിൽ നമുക്ക് ബ്രസീലില്ലാതെ എങ്ങനെ ലോകകപ്പ് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഫുട്ബോൾ പ്രേമിയുടെ ആഹ്ലാദം നമ്മുടെ ഉള്ളിൽ ഉണ്ട് താനും. ഇന്നത്തെ കളി ഒരു ഗംഭീര അനുഭവമായി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്രസീലിൻ്റെ പരിമിതി, നമ്മൾ ജപ്പാനെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ ബ്രസീലിൻ്റെ പ്രതിഭ ദാരിദ്ര്യം ഉള്ള ഒരു കാലം കടന്ന് അവർ അതിൻ്റെ പ്രതീക്ഷയുടെ കാലത്തേക്ക് കടക്കുന്നു എന്നുള്ള സൂചന തുടക്ക കളിയിൽ തന്നെ, ഈ ലോകകപ്പിൻ്റെ ആരംഭത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ലോകകപ്പിന് വരുമ്പോൾ തന്നെ വ്യക്തമായിരുന്നു. നിരവധി കളിക്കാർ ഏതെങ്കിലും ഒരാളെ മാത്രം ആശ്രയിച്ചിട്ടല്ലാതെ മുന്നോട്ട് പോകുന്ന ടീമായിട്ട് മാറിയിരുന്നു. എങ്കിലും അവർക്ക് മുന്നോട്ട് പോകുന്നതിന് പലപ്പോഴും പ്രതിബന്ധങ്ങളുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തിരുന്നു. മുൻ കളികൾ നിങ്ങൾ കണ്ടവർക്കറിയാലോ. എന്തായാലും ഇത്തവണത്തെ ഈ നോക്കൗട്ടിലെ ബ്രസീലിൻ്റെ ആദ്യത്തെ പരീക്ഷണം ഒരു അഗ്നിപരീക്ഷണം തന്നെയായിരുന്നു. കാരണം കളിയിലേക്ക് വന്ന ഘട്ടത്തിൽ ആദ്യം അവർക്ക് എന്ത് ചെയ്യണം, എങ്ങോട്ട് മുന്നേറാനുള്ളൊരു തടസ്സം നിരന്തരം സൃഷ്ടിച്ചു. ജപ്പാൻ അമ്മാതിരി ഡിഫെൻസീവായിട്ടും കളിക്കുന്നു, ആക്രമണകാരികളായും കളിക്കുന്നു. പക്ഷേ മറ്റ് ബോള് കൂടുതൽ കൈവശം വെക്കുന്നതിലും അവരുടെ ശൈലിബദ്ധമായ കളിയിലുമൊക്കെ ബ്രസീൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ പെനാൽറ്റി ബോക്സിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. ജപ്പാൻ അങ്ങനെ പ്രതിരോധിച്ച് നമ്മുടെ സ്നേഹം പിടിച്ചു പറ്റും വിധത്തിലാണ് ജപ്പാൻ കളിയുമായി മുന്നോട്ട് പോയത്. അവർ പക്ഷേ അപ്രതീക്ഷിതമായി ഒരു ഗോള് കൂടി അടിച്ചതോടെ ചിത്രമാകെ മാറി. അത് 29-ാം മിനിറ്റിലാണ് സംഭവിച്ചത്. കൈഷു സനോ അപ്രതീക്ഷിതമായൊരു ഗോള് നേടിയതോടെ ബ്രസീൽ ക്യാമ്പ് ആകെ നിരാശരായി. പക്ഷേ അത് ആദ്യ പകുതിയിലേക്ക്, ബ്രേക്കിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ബ്രസീലിന് തിരിച്ചു വരില്ലേ എന്നുള്ള ആശങ്കയിലേക്ക് വരെ പോകുന്നുണ്ട്. കളിയുടെ ആദ്യ ഭാഗം ഈ ഒരു ഗോളോടുകൂടി അതിനിടയിൽ അവരുടെ കളിയുടെ മികവൊക്കെ പുറത്തെടുത്തിട്ട് കിട്ടുന്ന അവസരം മുതലാക്കി എന്നത് മാത്രമല്ല, തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങോട്ടുള്ള അറ്റാക്കിനൊക്കെ ഒരു ചെക്ക് വെച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥ ജപ്പാനുണ്ടായിരുന്നു. അങ്ങനെ മനോഹരമായിട്ട് അതേസമയം തന്നെ ആശങ്ക വിതച്ചുകൊണ്ടുള്ള ആദ്യ പകുതിയാണ് കഴിഞ്ഞത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ, ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ബ്രസീൽ ഇതൊരു ജീവൻ മരണ പോരാട്ടമായിട്ട് തന്നെ തിരിച്ച് തീരുമാനിച്ചിട്ടാണ് വന്നത്. അമ്മാതിരി കളിയിലേക്ക് അവർ കടക്കുന്നുണ്ട്. ബ്രസീലിൻ്റെ പ്രതീക്ഷ അസ്ഥാനത്തല്ല. ബ്രസീലില്ലാതെ ഇങ്ങനെ ഈ ലോകകപ്പിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചന കാസിമിറോ വലകിലുക്കിയതോടെ ഉണ്ടായി. പക്ഷേ എന്നാലും ജപ്പാൻ ഈ സമനില, അപ്രതീക്ഷിതമാണ് ജപ്പാൻ സമനില, ഇതങ്ങനെ അങ്ങ് പോകും എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെ പോലും തോന്നിപ്പിച്ചിരുന്നു. കാരണം ഗോൾ വലയിൽ ബോൾ എത്തി എന്ന് വിചാരിച്ച ബോൾ പോലും അപ്രതീക്ഷിതമായി തട്ടിയകറ്റാൻ കെൽപ്പുള്ള വിധത്തിലേക്ക് അവരുടെ ഡിഫൻസ് മാറി എന്നുള്ളതാണ്. മാത്രമല്ല, ചില ഘട്ടങ്ങളിലൊക്കെ ബ്രസീലിന് നിർഭാഗ്യമെന്ന് പറയാവുന്ന രീതിയിലുള്ള ചില ശ്രമങ്ങളും അവിടെ നമുക്ക് കാണാൻ പറ്റി. അതൊക്കെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്നത് ജപ്പാൻ പിടിച്ചു നിൽക്കും എന്നുള്ള തോന്നലാണ്. പക്ഷേ അതിനൊക്കെ അട്ടിമറിച്ചുകൊണ്ട് രണ്ടാം പകുതിയിൽ ആദ്യത്തെ ഗോൾ സമനില നേടിയതിന് ശേഷം ആക്രമണകാരികളായും ഇടയ്ക്കൊക്കെ മാറുന്ന ബ്രസീലിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് 95 മിനിറ്റ് കഴിഞ്ഞ നിമിഷങ്ങളിൽ ഒന്നിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലി ആ ഗോൾ നേടിയത്. 95 മിനിറ്റ് കഴിഞ്ഞ ഘട്ടത്തിൽ എല്ലാം തീർന്നു. മിനിമം ഈ സമനില കൊണ്ട് നമുക്ക് എക്സ്ട്രാ ടൈമിലേക്ക് പോകാം എന്നുള്ള ഘട്ടത്തിലേക്ക് വരെ നമ്മളെല്ലാവരും മാനസികമായി ഒരുങ്ങി. അരമണിക്കൂറും കൂടി നമ്മൾ ഈ കളി അങ്ങോട്ട് പോകും എന്ന് വിചാരിച്ചിരുന്ന ഒരു ഘട്ടമാണ്. നിങ്ങൾക്കറിയാലോ, 90 മിനിറ്റ് കളി കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൽ 5 മിനിറ്റ് കൂടി കഴിഞ്ഞ ഘട്ടത്തിൽ ജപ്പാനും ഈ ഡ്രോവിന് ശേഷമുള്ള ഒരു അരമണിക്കൂറിന് വേണ്ടി മാനസികമായി ഒരുങ്ങിയിരുന്നു. പക്ഷേ 95-ാം മിനിറ്റിൽ മാർട്ടിനെല്ലി ആ ഗോൾ അടിച്ചു.
ഒരുപക്ഷെ ജപ്പാനെ സംബന്ധിച്ച് ഇങ്ങനെ അശനിപാതം എന്നൊക്കെ പറയാറില്ലേ, അമ്മാതിരി ആഘാതം ആയി ഒരു ഭൂമികുലുക്കം അവരുടെ കാലുകൾക്കിടയിൽ ഒരു ഭൂമികുലുക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ 95-ാം മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഗോൾ വീണത്. യഥാർത്ഥത്തിൽ ജപ്പാനെ സംബന്ധിച്ച് ഇത്രയധികം നിരാശാഭരിതമായൊരു നിമിഷം ഉണ്ടാവില്ല. കാരണം ഇനിയൊന്നും തിരിച്ചടിക്കാനുള്ള മിനിറ്റുകൾ പോലും ഇല്ല. 1 മിനിറ്റിൽ താഴെ ഉണ്ടാവും കണക്ക് പ്രകാരം. പക്ഷേ അതിൽ കൂടുതൽ സമയമൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വന്ന് കിട്ടിയെങ്കിൽ പോലും അതൊരു ഗോളിലേക്ക് നയിക്കുന്ന ഒരു മൂവ്മെൻറ്റ് നടത്താനുള്ള സമയം പോലും ഇല്ല എന്നുള്ള നിരാശയായിരുന്നു. അതിൻ്റെ ഒടുവിലാണ് കളി അവസാനിക്കുമ്പോൾ നിരാശാഭരിതരായി ഗ്രൗണ്ടിൽ ഇങ്ങനെ ജപ്പാൻ അവരുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിങ്ങനെ നിൽക്കുന്നത്. അന്നേരമാണ് നെയ്മർ ബെഞ്ചിലായിരുന്നു. നെയ്മർ കളിക്കാൻ ഇറങ്ങിയില്ല. നെയ്മർ വന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നത്. കളിക്കാരൊക്കെ കൈകൊടുത്ത് പിരിയുന്ന ഘട്ടത്തിലാണ്. ഇന്നത്തെ കളിയുടെ ഈ ഒരു നാടകീയത ഉണ്ട് എങ്കിലും, അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഗോളിലേക്ക് അധികം വൈകിയാണ് എത്തിയത് എങ്കിൽ പോലും ആകെ കളിയുടെ വിശദാംശങ്ങൾ നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കളി കണ്ടവർക്കും ഇടയ്ക്ക് ജപ്പാൻ്റെ ആ ഒരു മികവ് ഉണ്ട് എങ്കിലും ബ്രസീലിൻ്റെ കളിയിലുണ്ടായിരുന്ന മേൽക്കൈ വ്യക്തവുമായിരുന്നു. വിനീഷ്യസൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു ഗോളിലേക്ക് എത്താനുള്ള ഒരു തടസ്സം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു മികവ് ആ പ്രതിരോധിച്ച് നിൽക്കുന്നതിൽ ജപ്പാൻ കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് കളിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇരു ടീമുകളുടെയും സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ, ഷോട്ട്സിൻ്റെ കാര്യത്തിൽ ബ്രസീൽ 20 ജപ്പാൻ 5. മനസ്സിലായല്ലോ, അത്രമാത്രം വ്യത്യാസം ഉണ്ട്. ഷോട്ട്സ് ഓൺ ടാർഗറ്റിലേക്ക് 7 ബ്രസീൽ, 2 മാത്രമാണ് ജപ്പാൻ. പൊസിഷനിൽ 60% ബ്രസീൽ തന്നെയാണ്, 40% മാത്രമാണ് ജപ്പാനുള്ളത്. പാസുകൾ 679 ബ്രസീൽ, 300 മാത്രമാണ് ജപ്പാൻ. 92% ബ്രസീൽ പാസ് അക്യുറസിയുടെ കാര്യത്തിൽ, 86% ജപ്പാൻ. ഫൗള് 4 മാത്രമാണ് ബ്രസീൽ, ജപ്പാൻ കാര്യമായ ഫൗളായിരുന്നു 13. അതേസമയം യെല്ലോ കാർഡ്സ് 2 ബ്രസീലും 3 ജപ്പാനും. റെഡ് കാർഡ് ഇല്ല. ഓഫ് സൈഡ്സ് 1 ബ്രസീൽ, 0 ജപ്പാൻ. കോർണർ 6 കോർണറിൽ ബ്രസീലിന് കിട്ടി, 2 ജപ്പാൻ. ഇതാണ് അവസ്ഥ. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തായാലും ബ്രസീൽ മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു കളി തന്നെയാണ്. ജീവൻ മരണ പോരാട്ടത്തിലൂടെയെങ്കിലും നമ്മൾ അതിജീവിച്ച് അപ്പുറത്തേക്ക് കടക്കുമെന്ന് 95 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഗോളിലൂടെ, ഭംഗിയായ ഒരു ഫിനിഷിങ്ങിലൂടെ, ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ ആ ഒരു നീക്കത്തിലൂടെ ബ്രസീൽ തെളിയിച്ചു. മുന്നോട്ട്. നന്ദി, നമസ്കാരം.